ഹലോ ഗായ്സ്, അപ്പോൾ പൂരങ്ങളിലെ പൂരമായ വലിയ സംഭവത്തിൽ ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ ഞാൻ ഇത്തിരിയെങ്കിലും ഹൈപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ പൂരപ്രേമികൾക്ക് ഭയങ്കര വിഷമം. ശരി, രണ്ടെണ്ണത്തിന് പൂരത്തിനെ പറ്റി ഒന്നും അറിയില്ല. എന്നാലും ഇൻട്രോ ഒക്കെ ഇപ്പൊ പൂരത്തിന്റെ സമയല്ലേ. തൃശ്ശൂരിലെ ആൾക്കാർക്ക് ഉറക്കം വരാത്ത ദിവസമാണല്ലോ. ട്രേസിക്ക് കറക്റ്റ് ആയിട്ട് പറയാറിയില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, നമ്മള് പൂരത്തിന് അതായത് ഇവരെ ട്രീസേന പൂരത്തിന്റെ പരിപാടികളോ ഒരുക്കങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വന്നാണ്. രാംദാസ് തിയേറ്ററിന്റെ മുന്നിലാണെന്നാണ് ട്രീസ പറയുന്നത് അവിടുത്തെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും ട്രീസയ്ക്ക് തൃശ്ശൂരിന് വേണ്ടിട്ട് വലിയ ഐഡിയ സൈഡ് നോക്ക്. രാഗം തിയേറ്ററിന്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. രാഗം തിയേറ്റർ ശരിക്കും ഒരു ഫീലാണ്. എടാ, ഈ പന്തലിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ ആദ്യത്തെ പന്തലിന്റെ ഫ്രണ്ടിലാണ് കാണാൻ പറ്റില്ല, നന്നായിട്ട് കാണാൻ പറ്റില്ലേ. അപ്പൊ അടിപൊളിയായിട്ട് ഇപ്പൊ അടുത്ത പന്തലിന്റെ അവിടേക്ക് പോകണം. രണ്ടാമത്തെ പന്തലിന്റെ അവിടെ എത്തിയിരിക്കുന്നതാണ്. അപ്പൊ അവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല തിളക്കം അതെ അതെ. ഇത് ആരാധന പന്തൽസിന്റെ ആണെന്ന് എനിക്കറിയോ? എല്ലാതും ആരാധന പന്തൽസിന്റെ ആണെന്നാണ് ഇവര് വിചാരം. എനിക്ക് അന്നയുടെ അസ്യൂംഷൻ കറക്റ്റ് ആയിരുന്നു. ഈ പന്തല് ആരാധന പന്തൽസിന്റെ തന്നെയാണ്. ഓക്കെ, അന്നയ്ക്ക് അറിഞ്ഞിട്ടൊന്നല്ല, പക്ഷെ വെറുതെ തള്ളി ഇവിടെ തന്നെയായിരുന്നു. ഇവിടെയാണ് നമ്മുടെ അവസാന നിമിഷങ്ങൾ പങ്കെടുത്ത നമ്മുടെ അവസാന നിമിഷങ്ങളല്ല, പൂരത്തിന്റെ അവസാന നിമിഷങ്ങൾ. ഇവിടെ നമ്മളൊക്കെ ഒരുപോലെ പൂരത്തിന് എല്ലാവരും അലിഞ്ഞു ചേർന്ന ആൾക്കാരല്ലേ. ഓക്കെ, അതാണ്. അപ്പൊ നിങ്ങളുടെ കുറച്ച് കാര്യം കണ്ടേ. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിനും ചൈനയും അവിടെ തിരിക്കുന്നു. നമുക്ക് ഓടിപ്പോണം. ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഇപ്പൊ കണ്ടിരുന്ന വീഡിയോ മറ്റേ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് ക്ലീൻ ചെയ്തിരുന്ന ചേച്ചിമാരാണ്. അപ്പൊ അവര് ടയേർഡായി വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതിനൊരു ലൈക്ക് കൊടുക്കുക, സപ്പോർട്ട്. അപ്പൊ ഗൈസ്, ഈ നമ്മളെല്ലാവരും കൂടെ ഇടുന്ന വേസ്റ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവരാണ് കഷ്ടപ്പെട്ട് ഫുൾ. നമ്മള് ലൈക്ക് പൂരം കഴിഞ്ഞ് പോകുമ്പോ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറെ ആൾക്കാരെങ്കിലും. പൂരം കഴിഞ്ഞ് പോകുമ്പോഴത്തേനും നമ്മളെ റൗണ്ടൊക്കെ കുറെയൊക്കെ ക്ലീൻ ആയി ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൾക്കാരുടെ ഹാർഡ് വർക്കാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവര് എല്ലാം കൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവ ലൈക്ക് പ്രോജക്ട് നമ്മൾ വിചാരിച്ച ഒരു ആനയുടെ പോലും കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഒരു ആനക്കുട്ടിയെ കാണാൻ പറ്റി. ആനക്കുട്ടിയൊന്നുമല്ല, അത്യാവശ്യം വലുതാണ്. പൊട്ടത്തരാണ് പറയണത്. നീ നിന്റെ കാര്യം പറയണ്ട കേട്ടാ, ആനക്കുട്ടി നീ. നമ്മൾ കണ്ട ആന ഇതാണ്. ഈ ആനയുടെ പേരറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ്. വേറെ ഒന്നും പറയാനില്ലല്ലോ, ഇനിയൊന്നും പറയണ്ട. അപ്പൊ ഓക്കെ, സമയം കാണാൻ
അപ്പൻ സമ്മതിച്ചില്ല. അപ്പൊ അതിന്റെ വിഷമത്തിലാണ് ട്രീസ. സാരില്ല, കരയണ്ട. കമ്മലിന്റെ കടയിൽ കാണുന്നുണ്ട്, വാങ്ങാൻ അവരൊക്കെ ഉണ്ട്. ഒത്തില്ല അങ്ങോട്ട് പോയി ചെറുതായിട്ട് ചമ്മിത്. വീണ്ടും ട്രീസയുടെ ആഗ്രഹങ്ങളാണ് ട്രീസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കടകൾ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് ആഗ്രഹങ്ങളാണ് ചെയ്യാ. പറയേണ്ടടുത്ത് പറയുന്നില്ല. പണ്ടുള്ള എന്റെ അപ്പനും അമ്മയും ഫ്രണ്ടിൽ നടക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ വെറുതെ പുറത്തോണ്ടിരിക്കുക. ഞങ്ങൾ എന്നെ നമ്പൂതിരി വർത്താനം തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ട് കയറി. ആ അതെ, വീണ്ടും ട്രീസയുടെ തള്ളു വർത്താനം പറയൂ. അപ്പൊ എക്സിബിഷന്റെ നമ്മളിത് കാണുന്നു, പരസ്യങ്ങൾ കാണുന്നു. നമ്മുടെ സിദ്ദിഖിന്റെ പരസ്യം കല്യാണിയുടെ പരസ്യം. ട്രീസ മറ്റേ പാട്ട് കേൾക്കാറില്ലേ? മധുര സ്വപ്നങ്ങളെ ജയലക്ഷ്മി. അശ്യോ ഗൈസ്, ട്രീസ പരിസര ബോധം ഇല്ലാണ്ട് ഇങ്ങനെ വളവളന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാ? ബ്ലോഗിങ് നിർത്തും, കാരണം ഇവിടെ കുറെ പെൺപിള്ളേരുടെ അഡ്വർടൈസ്മെന്റ്സ് വരുന്നുണ്ട്. കണ്ടു ഗൈസ്, ശരിക്കും അങ്ങനെയല്ല. അതിനാണ് വ്ളോഗിങ് നിർത്താൻ ഇൻസിസ്റ്റ് ചെയ്തോണ്ടിരിക്കണേ. കൊറേ ഭംഗിയുള്ള ആ പിള്ളേരെ കാണുമ്പോ സംഭവം എനിക്കറിയില്ല. എനിക്ക് അറിയില്ല എന്നാണ് പറയണേ. അപ്പൊ ആർക്കെങ്കിലും ഇത് അറിയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. മൗത്ത് വാച്ചിങ് പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാരും നോക്കിയിട്ട് പോണ്ട്. നമ്മളേത് വലിയ ചാനലാണെന്നാണ് എല്ലാവരും വിചാരം. പക്ഷെ നമ്മൾ വലിയ ചാനലാണ്, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, സപ്പോർട്ട് ചെയ്യാൻ. വീട്ടിലുണ്ട്. ഓ, വീണ്ടും ട്രീസയുടെ വാട്ടച്ചാളി. ഇതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്തും ഇല്ലാത്തത്. ട്രീസയുടെ ഈ വൃത്തിയുടെ ചളികൾ കാരണമാണ് നമുക്ക് ഒരു ഗ്രോത്തും ഇല്ലാത്തത്. എന്നിരുന്നാലും ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നത് കൊണ്ട് ആ ചളി ഞങ്ങൾ കേൾക്കാറുണ്ട്. ഈശ്വരാ, ഇതാ വീണ്ടും നിങ്ങളുടെ റിയാക്ഷനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നവർക്ക്. കഴിഞ്ഞ കത്തിക്കല് അപ്പൊ എക്സിബിഷന്റെ ഫ്രണ്ടിൽ എത്താറായിട്ടുണ്ട്. ഇപ്പൊ പൊട്ടും. തുമ്പത്തെത്തി. ഗൈസ്, ഒരു ദുഃഖ വാർത്തയുണ്ട്. നമുക്ക് പാറമേക്കാവ് അമ്പലത്തിന്റെ ലൈറ്റ് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ വേറെ ദിവസം കണ്ടു. കാണാൻ പറ്റിയില്ല. പറഞ്ഞോ? അപ്പൊ നമ്മള് തൃശ്ശൂർ എക്സിബിഷൻ അയ്യോ, എന്റെ ട്രീസ്. തൃശ്ശൂർ എക്സിബിഷന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. പറയ്, പൂരത്തിന്റെ വർക്ക്സ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നത്. പൂരത്തിന്റെ ഒരു ഒന്നുമില്ല. എന്താ പറയാൻ അറിയില്ല. പക്ഷെ സംഭവം ഓൺ വർക്കിംഗ് ആണ്. നമ്മുടെ വ്ളോഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഭയങ്കര ടയർഡാണ്. നാളെ എണീറ്റിട്ട് പൂരത്തിന് പോണം. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് മിക്കതും പൂരം കഴിഞ്ഞിട്ടുണ്ടാവുന്നല്ല, നമ്മളെല്ലാവരും പൂരപ്പറമ്പിലായിരിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ നാളെ പൂരത്തിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഒരു പുതിയ വ്ളോഗ് നാളെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് നിൽക്കുക. നമ്മുടെ ചാനലിലെ എല്ലാ പൂരത്തിന്റെ എല്ലാ വീഡിയോസും വരും. എല്ലാ പ്രോഗ്രാംസിന്റെയും വീഡിയോ ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട്. കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, കുട്ടിയും പോലും ക്രിയേഷൻ. ഇൻസ്റ്റാഗ്രാമം ഉണ്ടെന്നാണ് ട്രീസ പറയണേ. അതായത് ഗ്രാമം ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മള് ലാസ്റ്റ് ഈ വ്ളോഗൊക്കെ ഇവിടെ നമ്മുടെ കുട്ടമ്പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വ്ളോഗ് എടുത്തിട്ട് കുട്ടമ്പള്ളിയുടെ അന്നയുടെ ചളി ഇപ്പോഴൊന്നും തട്ടില്ല. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ്, ഈ നാളെ പൂരത്തിന് പോണം. അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.
ഉരുകിട്ട് പപ്പടം വാങ്ങണം കാന്ത പപ്പടം എനിക്കൊന്ന് കാച്ചണ കാന്ത